ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 12ന്റെ ആൻസേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുന്നത്. ഓൾറെഡി എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിരിക്കും അയച്ചിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. എനിവേ ആൻസേഴ്സ് റിവീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദൈവം യോസേഫിനെ മിസ്രൈമിൽ ഏതെല്ലാം പദവിയിൽ ആക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്, ഒരു വാക്യത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ആൻസർ ഇതാണ്: ഭറവോന് പിതാവ്, ഭറവോന്റെ ഗൃഹത്തിന് യജമാനൻ, മിസ്രൈം ദേശത്തിന് അധിപതി എന്നുള്ളതാണ് ആ പൊസിഷൻസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഭറവോന് പിതാവ്, ഭറവോന്റെ ഗൃഹത്തിന് യജമാനൻ, മിസ്രൈം ദേശത്തിന് അധിപതി. ഉൽപ്പത്തി 45ന്റെ 8ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു വ്യക്തിയുടെ മകന്റെ പേരും മറ്റൊരു വ്യക്തിയുടെ മകളുടെ പേരും ഒന്നാണ്, പേരെന്ത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം സേരഹ് എന്നുള്ളതാണ്. കേട്ടോ, സേരഹ്. യഹൂദയുടെ മകന്റെ പേരും സേരഹാണ്, അതുപോലെ ആശേരിന്റെ മകളുടെ പേരും സേരഹാണ്. ഓക്കെ, ഉൽപ്പത്തി 46ന്റെ 12ലും 17ലുമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇയ്യോബിന്റെ പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു ജീവി പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം കാണുന്നു, ഏതാണ് ആ ജീവി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ കടലാന. ഓക്കെ, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മത്തായി 12ന്റെ 40ലാണ്. അതേപോലെ ഇയ്യോബിന്റെ പുസ്തകം 7ാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: പഴയ നിയമത്തിലെ എത്ര വ്യക്തികളുടെ പേര് മത്തായി 12ാം അധ്യായത്തിൽ ഉണ്ട്, ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എത്ര വ്യക്തികൾ എന്നുള്ളത് 4 പേരാണ്. ഏതൊക്കെയാണ് ഉത്തരം എന്നുള്ളത്? ദാവീദ്, യെശയ്യാവ്, യോന, ശലോമോൻ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, മത്തായി 4ാം അധ്യായം അതിന്റെ 3, 21, 39, 42 എന്നുള്ള വാക്യങ്ങളിലാണ് ഈ ഉത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: അബ്രഹാം തന്റെ ദാസനോട് പറഞ്ഞ ഒരു കാര്യം യാക്കോബ് മരിക്കുവാനുള്ള കാലമായപ്പോൾ യോസേഫിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാര്യം എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം. നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി 47ന്റെ 29, 24ന്റെ 2 എന്നുള്ള അധ്യായങ്ങളിൽ നമുക്ക് ഈ വാക്യം അല്ലെങ്കിൽ ഈ ഉത്തരം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അയച്ച ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഉത്തരം ശരിയായവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്കുള്ള പോയിന്റ്സും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളും ഒക്കെ ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇനിവേ നറുക്കെടുപ്പിലൂടെ ജയിച്ചവർക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഒത്തിരി പേർക്ക്, അതായത് സാധാരണ ഒരു ബൈബിൾ ക്വിസിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് വളരെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ തന്നെയാണ് കേട്ടോ. കാരണം വീക്ക്ലി ബേസിസിലെ സമ്മാനങ്ങളുണ്ട്, അതുപോലെ ഫൈനൽ പ്രൈസസ് ഉണ്ട്. ഇനി അതല്ലാതെ ബൈബിൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ അടുത്ത കുറെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.